ബ്രിട്ടീഷുകാരെ സേവിച്ച മാനസിക നിലയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ മുക്തരായില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രീണനമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യവും ദൗത്യവും. വയനാട്ടിൽ ഒരു സീറ്റ് നേടുന്നതിന് വേണ്ടി നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനൊപ്പം കോൺഗ്രസ് ചേർന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കർണാടകത്തിലെ ബെലഗാവി റാലിയിലായിരുന്നു പ്രധാനമന്ത്രി കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്. നേഹയെ പോലുള്ള പെൺമക്കളുടെ ജീവൻ കോൺഗ്രസ് വിലമതിക്കുന്നില്ല. അവർക്ക് ലക്ഷ്യം വോട്ട് ബാങ്ക് മാത്രമാണെന്ന വിമർശനത്തോടെയാണ് കർണാടകയിലെ ബെലഗാവിൽ 10,000-ങ്ങളെ സാക്ഷിയാക്കിയ പ്രധാനമന്ത്രി കോൺഗ്രസിനെതിരെ അസ്ത്രങ്ങൾ തൊടുത്തത്. ഹുബ്ബള്ളിയിലെ കോളേജിൽ സഹപാഠിയായ ഫയാസിന്റെ കുത്തേറ്റ് നേഹ മരിച്ചത് ലവ് ജിഹാദാണെന്നായിരുന്നു കോൺഗ്രസ് നേതാവായ നേഹയുടെ അച്ഛന്റെ ആരോപണം. നിരോധിച്ച ദേശവിരുദ്ധ സംഘടനയായ PFIയെ കോൺഗ്രസ് വയനാട് സീറ്റിനായി ഉപയോഗപ്പെടുത്തിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. जिसने वोट के लिए PFI जो आतंकवाद को पनाह देने वाला देश विरोधी संगठन जिस पर मोदी सरकार ने प्रतिबंध लगा दिया है, ऐसे PFI आतंकी संगठन का चुनाव में मदद करने के लिए, उनकी मदद लेने के लिए वायनाड में एक सीट जीतने के लिए आप उसको सरेंडर कर रहे हो, उनके कारनामों का बचाव कर रहे हो. ബ്രിട്ടീഷുകാരെ സേവിച്ച മാനസിക നിലയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ഇനിയും മുക്തരായില്ലെന്ന് കൊളോണിയൽ കാലത്തെ നിയമങ്ങൾ എടുത്തു കളഞ്ഞ നടപടിയെ വ്യക്തമാക്കി പ്രധാനമന്ത്രി പറഞ്ഞു. भारतीय न्याय संहिता ये कांग्रेस वाले मानसिक रूप से अंग्रेजों की गुलामी में ही जी रहे थे, वो इससे बाहर ही नहीं आ पा रहे थे. वो तिरंगा झंडा फहरा करके तो आजादी की बात करते थे, लेकिन हर कानून व्यवस्था में मन से अंग्रेजी की गुलामी को जी रहे थे. കോൺഗ്രസിന്റെ പ്രീണന നയം തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ പ്രധാനമന്ത്രി ആവർത്തിക്കുമ്പോൾ ഹിന്ദു ഏകീകരണം ഉണ്ടാകുമെന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ജനം, ഡൽഹി.